ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചുകറിയുടെ റെസിപ്പിയായിട്ടാണ്. നമ്മുടെ മസൂർ ദാലില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ആ മസൂർ ദാലിനെ വളരെ വ്യത്യസ്തമായ ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് നമ്മുടെ മസൂർ ദാല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ, ഒരു 2-3 വെള്ളത്തിൽ. ഇത് നമുക്ക് ശരീരത്തിന് നല്ലതാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ കൊടുക്കാനും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലതാണ്. ഇത് നല്ല ടേസ്റ്റായിട്ട് വളരെ വ്യത്യസ്തമായ ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 4-5 വിസിൽ വേണ്ടി വരും. പരിപ്പ് ഒരു നന്നായിട്ടൊന്ന് കുഴഞ്ഞ പരുവത്തിലാവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഒരു 4-5 വിസിൽ വേണ്ടി വരും. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിച്ച് വരുന്നപ്പോഴേക്ക് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കട്ട് ചെയ്തെടുക്കണം. അത് ചെയ്യാം. ഇതൊരു 4-5 വിസിൽ വന്നോട്ടെ. ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള, ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 1/2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്, ഒരു 2 കറിവേപ്പില, പിന്നെ ഒരു വലിയ തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ മസൂർ ദാലിൻ്റെ കറിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായി ഞാൻ ഇതങ്ങോട്ടേക്ക് ഇപ്പം മാറ്റി വയ്ക്കാം. ഇതുപോലെ 1 കപ്പ് തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടി നമ്മൾ പരിപ്പിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോൾ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 4-5 ചെറിയുള്ളിയാണ്. ഈ ചെറിയുള്ളി ഇതുപോലെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തേങ്ങയുടെ കൂടെ അരച്ചെടുക്കുമ്പോൾ. ഇത്രയും ചേർത്ത് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒരുപാട് ചേർക്കണ്ട. ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത്രയും മതിയാവും കേട്ടോ. നമ്മളിങ്ങനെ ഇതിൻ്റെ മേലെ ആയിട്ട് വരുമൊന്നും വേണ്ട. ഇങ്ങനെ ചെരിക്കുമ്പോൾ ഇതുപോലെ വെള്ളം കണ്ടാൽ മതി. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായി അരിയാൻ വേണ്ടിയാണ് വെള്ളം അധികം ചേർക്കേണ്ടതെന്ന് പറയുന്നത്. അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ മതിയാകും. ഇനി നമുക്ക് ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് പരിപ്പ് വെന്തിനോ നോക്കാം. ഞാനൊരു 5 വിസിൽ വന്നപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് കുഴഞ്ഞ പരുവത്തിൽ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂണ് കടുക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നാൽ 1 ടേബിൾ സ്പൂണ് ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3 വറ്റൽ മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. നമ്മൾ പരിപ്പിൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സവാള ഒന്ന് വാടി വരണം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. ഞാനൊരു 4 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് വാടി വരാൻ വേണ്ടി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ പൊടിയും കൂടെ ഒന്ന് പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട പൊടി എന്ന് പറഞ്ഞാൽ സാമ്പാർ പൊടിയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുകയും പച്ചമുളക് ഒന്ന് വാടി കിട്ടുകയും വേണം. വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. നമ്മുടെ കായപ്പൊടി. കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജീരകത്തിൻ്റെയും കായത്തിൻ്റെയും ഒക്കെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസൂർ ദാൽ, നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസൂർ ദാൽ ചേർത്ത് കൊടുക്കാം. പരിപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, ചെറിയുള്ളിയും കൂട്ടിയിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഗ്രേവി പോലെ നന്നായിട്ട് കുറുകിയിട്ടാണ് വേണ്ടതെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടാണ് വേണമെങ്കിൽ അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കണം. നോക്കിയിട്ട് വെള്ളം ഒരുപാട് അധികം ആവണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പൊന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായിരുന്നു. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒന്നിത് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഗ്രേവി വേണ്ട പോലെ കുറുക്കിയെടുക്കുകയോ ലൂസാക്കി എടുക്കുകയോ ചെയ്യാം. അധികം ലൂസും അല്ല നന്നായിട്ട് കുറുകും അല്ലാതിരിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസൂർ ദാൽ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ. ഇതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള മസൂർ ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറും നല്ലൊരു കറക്റ്റായിട്ടുള്ള സ്പൈസിയൊക്കെ ആയിട്ട് നല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. ടിഫിനിലും കൊടുക്കാൻ പറ്റും. നമ്മുടെ മസൂർ ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.